വെൽക്കം ബാക്ക് എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ റാഗ് അഥവാ റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ ഇതിൻ്റെ ഒരു ബേസിക് ഇംപ്ലിമെൻറ്റേഷനാണ് നോക്കുന്നത്. റാഗ് എന്താണെന്നും റാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നിവയെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ റാഗിൻ്റെ ഒരു ബേസിക് ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒരു കസ്റ്റം ഡോക്യുമെൻറ്റിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്ത് ആ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ എങ്ങനെ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു എന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻറ്റ്, ലെറ്റ്സ് സേ എ PDF ഓർ വേർഡ് ഡോക്യുമെൻറ്റ്, അതിലെ കണ്ടന്റിനെ പറ്റി ഒരു LLM മോഡലിനോട് ചോദിക്കുകയാണെങ്കിൽ മോഡലിന് ഒരിക്കലും ആ ഡേറ്റയെക്കുറിച്ച് ആൻസർ തരുവാൻ സാധിക്കില്ല. ബിക്കോസ് അതൊരു പ്രീ ട്രെയിൻഡ് മോഡലാണ്. ഈ ഒരു മോഡലിന് ഈ ഒരു ഡോക്യുമെൻറ്റിലെ ഡേറ്റയെക്കുറിച്ച് അറിവ് ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ റാഗ് യൂസ് ചെയ്ത് ഈ ഡോക്യുമെൻറ്റിൽ നിന്നുള്ള റിലവൻറ്റ് കണ്ടന്റ് റിട്രീവ് ചെയ്ത് അത് മോഡലിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് മോഡൽ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. സോ ബേസിക്കലി റാഗ് യൂസ് ചെയ്ത് മോഡലിന് അവെയർ അല്ലാത്ത ഒരു കണ്ടന്റിനെ പറ്റി ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. ഈ ഒരു ഇംപ്ലിമെൻറ്റേഷന് ബേസിക്കലി 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ലോഡ് ഡോക്യുമെൻറ്റ്. ഡോക്യുമെൻറ്റിന് ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ, കൺവേർട്ട് ഡോക്യുമെന്റ്സ് ടു വെക്ടേഴ്സ്. നമ്മുടെ കയ്യിലെ ഡോക്യുമെന്റ്സിനെ വെക്ടർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. തേർഡ് വൺ, റിട്രീവ് റിലവൻറ്റ് ഇൻഫർമേഷൻ. ഡോക്യുമെന്റിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള ഡേറ്റ റിട്രീവ് ചെയ്യുക. ഫോർത്ത് വൺ, സെൻഡ് റിട്രീവ്ഡ് ഇൻഫർമേഷൻ ടു ദി മോഡൽ. ഫിഫ്ത്ത് വൺ, ടെക്സ്റ്റ് ജനറേഷൻ യൂസിങ് മോഡൽ. ഈ ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന മോഡൽ ലാമ 3.2 ആണ്. ഈ ഒരു മോഡൽ റൺ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഒലാമ എന്ന സോഫ്റ്റ്വെയർ ആണ്. ഒലാമ എന്നത് ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. LLMs ലോക്കലി റൺ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഒലാമയുടെ വെബ്സൈറ്റിൽ പോവുക, സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. വൺസ് ഒലാമ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് മോഡൽ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. അതിനുവേണ്ടി ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഒലാമ പുൾ ലാമ 3.2 എന്ന കമാൻഡ് റൺ ചെയ്യുക. ഈ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയാൽ മോഡൽ അപ്പ് ആൻഡ് റണ്ണിംഗ് ആയിരിക്കും. ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് നമുക്ക് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇനി ഈ ഒരു മോഡൽ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു സ്ക്രിപ്റ്റ് ഇവിടെ ആൾറെഡി എഴുതിയിട്ടുണ്ട്. വൺസ് മോഡൽ ഒലാമ പ്ലാറ്റ്ഫോമിൽ റണ്ണിംഗ് ആയാൽ ലോക്കൽ ഹോസ്റ്റ് :11434/API/generate എന്ന API URL യൂസ് ചെയ്തുകൊണ്ട് മോഡലുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഈ ഒരു API URL യൂസ് ചെയ്താണ് മോഡലിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നത്. പോസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്താണ് റിക്വസ്റ്റ് അയക്കുന്നത്. ഇവിടെ റിക്വസ്റ്റ് പേലോഡിൽ മോഡലിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രോംപ്റ്റ്, എന്ത് ക്വസ്റ്റ്യൻ ആണോ നമുക്ക് ചോദിക്കേണ്ടത് അതാണ് പ്രോംപ്റ്റ് ആയി കൊടുക്കേണ്ടത്. എക്സ്പ്ലെയിൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇൻ സിമ്പിൾ ടേംസ് എന്ന പ്രോംപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടെമ്പറേച്ചർ പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ടിൻ്റെ റാൻഡംനെസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ടെമ്പറേച്ചർ വാല്യൂ കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ടിൽ മോർ ഡൈവേഴ്സ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. ടെമ്പറേച്ചർ വാല്യൂ കുറയുന്നതിനനുസരിച്ച് കണ്ടന്റിലായിരിക്കും മോർ കോൺസെൻട്രേഷൻ. മാക്സ് ടോക്കൺസ് എന്ന പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ എത്രത്തോളം ടോക്കൺസ് വേണം എന്ന് സ്പെസിഫൈ ചെയ്യാനാണ്. ഇവിടെ ടോക്കൺസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് കണ്ടന്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഹലോ വേൾഡ് എന്ന ടെക്സ്റ്റിൽ 3 ടോക്കൺസ് ആണുള്ളത്. ഇതുപോലെ എത്ര ടോക്കൺസ് ഔട്ട്പുട്ടിൽ വേണം എന്നുള്ളതാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ request.post എന്ന മെത്തേഡ് യൂസ് ചെയ്ത് മോഡലിലേക്ക് പ്രോംപ്റ്റ് അയക്കുന്നു. കിട്ടുന്ന റെസ്പോൺസ് ഡിഫറെൻറ്റ് ചങ്ക്സ് ആയിരിക്കും. അവയെ കമ്പൈൻ ചെയ്ത് ഒരു കംപ്ലീറ്റ് റെസ്പോൺസ് ഇവിടെ ബിൽഡ് ചെയ്യുന്നു. ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് മോഡലിൽ നിന്നും നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നതായിരിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. സോ മോഡൽ ഇൻസ്റ്റാളേഷൻ ആൻഡ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു മോഡൽ യൂസ് ചെയ്ത് റാഗ് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് നോക്കാം. റാഗിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ആൾറെഡി എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി മെയിൻലി 2 ലൈബ്രറീസ് ആണ് വേണ്ടത്, റിക്വസ്റ്റ് ലൈബ്രറി ആൻഡ് skykit-learn ലൈബ്രറി. ഈ 2 പാക്കേജും പിപ്പ് ഇൻസ്റ്റാൾ യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക. ഇവിടെ മെയിനായി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ് TF-IDF വെക്ടറൈസർ, ദെൻ കൊസൈൻ സിമിലാരിറ്റി. ഇതിൽ TF-IDF വെക്ടറൈസർ യൂസ് ചെയ്യുന്നത് ഡോക്യുമെന്റിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കൊസൈൻ സിമിലാരിറ്റി യൂസ് ചെയ്യുന്നത് സിമിലർ കണ്ടന്റ് അല്ലെങ്കിൽ വെക്ടറിനെ റിട്രീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഡോക്യുമെന്റ്സ് എന്നൊരു ലിസ്റ്റ് കാണാം. നമ്മുടെ കസ്റ്റം ഡേറ്റ അഥവാ ഡോക്യുമെന്റ്സ് ആണ് ഇത്. ഈ ഒരു ഡോക്യുമെന്റ്സ് ആണ് റാഗിൻ്റെ നോളജ് ബേസ് ആയി വർക്ക് ചെയ്യുന്നത്. ഒരു PDF അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡോക്യുമെന്റ് ഇവയെ റീഡ് ചെയ്ത് ഡോക്യുമെന്റ് ആയി യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഡേറ്റ ഡയറക്റ്റ്ലി ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. vectorizer.fitTransform എന്ന മെത്തേഡ് യൂസ് ചെയ്ത് ഡോക്യുമെന്റ്സിനെ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ദീസ് ഡോക്യുമെന്റ്സ് വിൽ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു വെക്ടേഴ്സ്. retrieve_docs എന്ന മെത്തേഡ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസർ കൊടുക്കുന്ന ഇൻപുട്ട് അഥവാ പ്രോംപ്റ്റിനെ
വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ കൊസൈൻ സിമിലാരിറ്റി യൂസ് ചെയ്ത് ഈ കൺവേർട്ട് ചെയ്ത വെക്ടറിന് സിമിലർ ആയിട്ടുള്ള വെക്ടേഴ്സ് ഡോക്യുമെന്റ് വെക്ടറിൽ സെർച്ച് ചെയ്യുന്നു. ദെൻ ഹയസ്റ്റ് സിമിലാരിറ്റി ഉള്ള ഡോക്യുമെന്റ്സ് റിട്ടേൺ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇങ്ങനെ കിട്ടിയ റെലവൻറ്റ് ഡോക്യുമെന്റ് പ്ലസ് യൂസർ ക്വറി ഇവ രണ്ടും പ്രോംപ്റ്റിലൂടെ മോഡലിന് പാസ് ചെയ്യുന്നു. ഫൈനലി പ്രോസസ് ചെയ്ത മോഡലിൻ്റെ റെസ്പോൺസ് ഒരു സിംഗിൾ റെസ്പോൺസായി റിട്ടേൺ ചെയ്യുന്നു. ഇനി ഈ ഒരു റാഗ് സ്ക്രിപ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇവിടെ റാഗിൻ്റെ ക്വറിയായി കൊടുത്തിരിക്കുന്നത് വാട്ട് ഈസ് റാഗ് എന്നാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ റിട്രീവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ് റാഗ് സ്റ്റാൻഡ്സ് ഫോർ റിട്രീവ് ആർഗ്യുമെൻറ്റഡ് ജനറേഷൻ എന്നാണ്. ഇത് ഡോക്യുമെൻറ്റ് ലിസ്റ്റിൽ നിന്നും റിട്രീവ് ചെയ്ത ഡേറ്റയാണ്. ഈ ഒരു ഡേറ്റ മോഡലിലേക്ക് പാസ് ചെയ്യുമ്പോൾ മോഡൽ അതിനനുസരിച്ചുള്ള ഒരു റെസ്പോൺസ് തരുന്നതായിട്ട് കാണാം. സോ ഇതുപോലെ ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സിലെ ഡേറ്റ യൂസ് ചെയ്ത് ഡീറ്റെയിൽഡ് LLM ജനറേറ്റഡ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ ഞാൻ ലാമ 3.2 ആണ് മോഡലായി യൂസ് ചെയ്തത്. ഇതുപോലെ ഡിഫറെൻറ്റ് മോഡൽസ് യൂസ് ചെയ്ത് റാഗ് ബിൽഡ് ചെയ്ത് നോക്കാവുന്നതാണ്. മോഡലിൻ്റെ പെർഫോമൻസ് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. GPU യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണെങ്കിൽ ബെറ്റർ പെർഫോമൻസ് ലഭിക്കും. റാഗിൻ്റെ ഒരു ബേസിക് ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത്. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.